ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും നമ്മളുടെ കൊച്ചടുക്കളയിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 4 മണി പലഹാരമാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 4 മണി പലഹാരം ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രൈഡ് ഐറ്റംസ് ഒരുപാട് കാണിക്കുന്നുണ്ടായിരുന്നു, വറുത്ത് പോരുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു, ചേച്ചി ഓയിലിൽ വറുത്തെടുക്കുന്ന അല്ലാതെ സ്റ്റീം ചെയ്യുന്നതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു 4 മണി പലഹാരം. ഇതൊരു അടയാണ്, പക്ഷേ സാധാരണ അടയല്ല, ഇതൊരു സേമിയ അട എന്ന് തന്നെ പറയാം. ഓക്കെ, അത് വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടുള്ള തീരുമാനം എടുത്ത സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. സേമിയ 1 കപ്പ് എടുത്തിട്ട് ആദ്യം ഒന്ന് വറുക്കാം. അപ്പോൾ ഒരു കപ്പ് സേമിയയിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട്, ബ്രോക്കൺ സേമിയ ആണെങ്കിൽ അങ്ങനെ വെർമിസെല്ലി ഒന്ന് വറുക്കാം. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ നെയ്യ്, 1 കപ്പ്, കറക്റ്റ് 1 കപ്പ്. ഇത് റോസ്റ്റഡ് വെർമിസെല്ലി അല്ലാതെ വാങ്ങാൻ കിട്ടും. റോസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇതുപോലെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വെറുതെ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. അതിന് കുറച്ച് ബ്രൗൺ കളർ ആയിരിക്കുമല്ലോ നേരത്തെ തന്നെ. ഇത് പക്ഷേ കളർ മാറാത്ത രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. 5 മിനിറ്റ് അത്ര ആവശ്യമുള്ളൂ. ഇത് വൈറ്റ് കളറിൽ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കണം. പെട്ടെന്ന് 5 മിനിറ്റിൻ്റെ വറുക്കൽ. ഉള്ളി തീരാറായി, 5 മിനിറ്റ്സ് ആകാറായി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പാലൊഴിച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. ഒരു 3 കപ്പ് പാൽ, പശുവും പാൽ, സാധാരണ പാൽ. അപ്പോൾ പാലെടുത്ത് വയ്ക്കാം. ഓക്കെ, അതേ നോക്കിക്കോളൂ. അപ്പോൾ കളർ മാറുന്ന രീതിയിൽ നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു റോ ടേസ്റ്റ് പോകണമല്ലോ, ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇനി ഞാൻ പാലൊഴിക്കാൻ പോകും. ഓക്കെ, ഈ കപ്പിൽ തന്നെയാണ് ഞാൻ വെർമിസെല്ലി അളന്നെടുത്തത്. അപ്പോൾ അതിൽ തന്നെ പാലും 3 കപ്പ്. അപ്പോൾ ഈ പാലൊന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റും. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വറ്റി റെഡിയായി വേണം. ഇനി കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ ചേർക്കാനുണ്ട്. എല്ലാം ഞാനെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാനിത് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നല്ലൊരു പലഹാരമാണ്. 4 മണി പലഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും കഴിക്കാമല്ലോ. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഇളക്കേണ്ട ആവശ്യമില്ല, അതിനെ വിടാം. ഓക്കെ, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ തിളയ്ക്കുന്നവരെ മാത്രം സൈഡിൽ നിൽക്കുക. നന്നായിട്ട് തിള വന്നു. ഞാനിങ്ങനെ തിള വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു. ഇനി തീ കുറയ്ക്കാം. ഓക്കെ, കുറയ്ക്കാൻ മീൻസ് മീഡിയം. ഓക്കെ, നന്നായിട്ട് തിളച്ച്. ഓക്കെ, ഇനി ഇത് പറ്റിയാൽ മതി. അപ്പോൾ ഇത് വേകുമ്പോൾ അത് പറ്റും. ആ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും. വെർമിസെല്ലിയുടെ അവസ്ഥ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പാലെല്ലാം നന്നായി വറ്റിക്കഴിഞ്ഞു. ടൈറ്റായി, ഒട്ടും ലൂസാകാണ്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് കട്ടിയാക്കി എടുക്കണം. പിന്നെ ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി കട്ടിയാവുള്ളൂ. ഇരുന്ന് കുറച്ചുകൂടെ ടൈറ്റാകും. ഇത്രയും മതി. ടൈറ്റായി ഇത് കണ്ടല്ലോ, പാല് കംപ്ലീറ്റ് വറ്റി സേമിയ നന്നായിട്ട് വേവുകയും ചെയ്യും. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ടൊരല്പം ഒന്ന് തണുക്കട്ടെ. അല്പം തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റാകുന്ന കാഴ്ച കാണാം. അപ്പോൾ നല്ല എന്താ പറയുക, ടൈറ്റായിട്ടിരിക്കും. ലൂസ് എന്നുള്ളത് ഇതിപ്പോഴും ലൂസല്ല, അറിയാമല്ലോ. സേമിയ എല്ലാം ഒന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ആൻഡ് ഹാർഡായിട്ട് മാറും, ലൂസ് ടെക്സ്ചർ മാറും. ഇതാണ് പാകം. നോക്കിക്കോളൂ, ഇതാണ് ആ ഒരു പാകം. ഇപ്പോൾ ഒരു 1/4 ഭാഗം തണുത്തു എന്ന് പറയാം. അതായത് എനിക്ക് കൈകൊണ്ട് ഒന്ന് തൊടാൻ പറ്റും, അത്യാവശ്യം കുഴയ്ക്കാൻ പറ്റുന്നൊരു പാകമായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചേർക്കേണ്ടത്. നോക്കി എന്തൊക്കെയാണ് ചേർക്കാൻ പോണത്. പഞ്ചസാര, മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 1/2 മുതൽ 3/4 കപ്പ് പഞ്ചസാര വരെ ആകാം. ഇത് ഇത്രയായപ്പോൾ 3/4 കപ്പ് പഞ്ചസാര. ഇതിൽ 1 കപ്പ് തേങ്ങ ചിരകിയതും ചേർക്കാം. അപ്പോൾ ഫ്രഷ് തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ അത് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതിപ്പോൾ 1 കപ്പ്. 2-3 കാര്യങ്ങളും കൂടി ഉണ്ട്. ഒരല്പം ഉപ്പ്, ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഒരു ബാലൻസിങ് പർപ്പസ് മാത്രമേ ഉള്ളൂ അതിന്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി. ഓക്കെ, 1/2 ടീസ്പൂൺ ഇടുന്നു. നല്ല മണം, നല്ല ഫ്രഷായിട്ട് ഞാൻ പൊടിച്ച് വെച്ചതാണ്, അധികം പഴകിയതല്ല. അതാണ് ഈ മണം. ഇനി ഒരു ടീസ്പൂൺ
നെയ്യും കൂടി ചേർക്കാം. പഞ്ചസാരയെല്ലാം ഇതൊരു 3/4 ഭാഗമേ തണുത്തിട്ടുള്ളൂ. ഒരു അല്പം ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് ഇതിനകത്ത് ചേർന്നോളും, കുഴപ്പമില്ല. പൗഡർ ഷുഗർ വേണം നിർബന്ധമില്ല. നല്ലൊരു മിക്സിങ് എല്ലാം എല്ലാ ഭാഗത്തും എത്തണം, അത്രേ ഉള്ളൂ. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ, എൻ്റെ കൈ കുറച്ചൊക്കെ പൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മിക്സിങ് ഈസ് ഓവർ. ഇനി ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഉടനെ തന്നെ വേണമെങ്കിലും ചെയ്തോടണം. ഒരല്പം മധുരമൊക്കെ നോക്കട്ടെ. ആഹാ, നല്ല ടേസ്റ്റ്. ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. പായസം, നമ്മുടെ വെർമിസെല്ലി പായസം ഇങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിച്ചാൽ ഇങ്ങനെയുണ്ട്, അതുപോലെയുണ്ട്. ഇനി ഇത് അടയാണ്, അതുകൊണ്ട് തന്നെ ഇല വേണം. ഇനി ഇല ഇല്ലാത്തവരെന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ. ഇല ഇല്ലാത്തവർ വേണമെങ്കിൽ നമ്മൾ അലൂമിനിയം ഫോയിലിൽ ഇതുപോലെ ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്കൊരു ബട്ടർ പേപ്പർ അതിനകത്ത് ഇതുപോലെ ചെയ്തിട്ട് നമ്മളിത് എന്തായാലും ദോശക്കല്ലിൽ വെച്ചിട്ട് ഇത് ഓട്ടട പോലെയാണ് ചെയ്യുന്നത്, ഇത് സ്റ്റീം ചെയ്യല്ല. ഇനി സ്റ്റീം ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ സ്റ്റീം ചെയ്യാം. അതാണെങ്കിലും നമുക്കിപ്പോൾ അലൂമിനിയം ഫോയിലിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യാം, പിന്നെ ഇത് ഇലയിൽ വെച്ച് സ്റ്റീം ചെയ്യാം. ഇത് പക്ഷേ നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ടാണ്, ഓട്ടട പ്രോസസ്സാണ്. ഇനി ഇലയെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി വാടിയ ഇലയായിരുന്നു, അതുകൊണ്ട് വാട്ടേണ്ടി വന്നില്ല. കുറച്ച് ടെൻഡർ വാടിയ ഇല ഇതായതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഞാൻ പൊതിച്ചോറ് കിട്ടിയപ്പോൾ കാണിച്ചില്ലേ എങ്ങനെയാണ് ഫ്രഷ് ഇല വാട്ടുന്നതെന്ന്, അതുപോലെ അടുപ്പിൽ ചെറിയ തീയിൽ വെച്ച് വാട്ടിയെടുത്താലും മതി. ഓക്കെ, ആക്ച്വലി ഇത് വളരെ ടെൻഡർ, അതായത് ഇളം ഇലയാണ്, അതാണ് ഇങ്ങനെ വളരെ ടെൻഡറായിരിക്കും. ഇച്ചിരൂടെ മെച്ചുവേർഡായിട്ടുള്ള ഇലയാണെങ്കിൽ വാട്ടേണ്ടി വരും. അപ്പോൾ ഇനി ഞാൻ കൈ ഇച്ചിരി ഒന്ന് നനയ്ക്കുവാണ്, ഒരു ചെറിയ ഈർപ്പമുള്ളത് നല്ലതാണ്. എന്നിട്ട് ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഇലയിൽ വയ്ക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കുറച്ചെടുക്കാം, ഒരുപാട് എത്ര വേണം അതനുസരിച്ചിട്ട് ചെറിയൊരു ഇതിനകത്ത്. ഇതിലിനി നമ്മൾ വലിയ കൂടുതലായിട്ടൊന്നും ഇത് അമർത്തേണ്ടി വരില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ചെയ്യണ്ടേ, ഈ ഇല വെച്ച് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, മടക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് സ്വന്തമായിട്ട് നല്ല സ്പ്രെഡായി വരും. ഓക്കെ, കൈ കൊണ്ട് തട്ടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ മതി. അപ്പോൾ ഒരെണ്ണമായി റെഡി. അപ്പോൾ ആദ്യത്തെ ആളിനെ പ്ലേറ്റിലേക്ക് മാറ്റി. സെക്കൻഡ് ഏകദേശം ഒരു അളവ് വെച്ചിട്ട് എടുക്കുക, ഇലയുടെ വലിപ്പം നോക്കിയിട്ട് സെൻറ്ററായിട്ട് ഇങ്ങനെ വെച്ചിട്ട്, കാണുന്നുണ്ടല്ലോ, നമ്മൾ തടവി കൊടുക്കില്ലേ ഇങ്ങനെ പാറ്റ് ചെയ്ത്, അതുപോലെ തട്ടി തട്ടി കൊടുക്കുക. നല്ല ഫ്ലാറ്റായി കഴിഞ്ഞു. വളരെ ഈസിയാണ്. എന്ത് ഈസിയാന്ന് നോക്കിയേ, സോ ഈസി. അപ്പോൾ ഏതാണ്ട് തീരാറായി. ഇനി ഒരു 2 എണ്ണം. എന്ത് സുഖം അറിയാം, നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, ഇത് വെച്ച പരത്തൊന്നും വേണ്ട. ടാപ്പ് 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 നോ, പാറ്റ് പാറ്റ് പാറ്റ്. യെസ്, ദ ലാസ്റ്റ്. ഇത്രേ ഉള്ളൂ. സോ ഫാസ്റ്റ് ആൻഡ് ഈസി. എത്ര എണ്ണമാണെന്നറിയോ? 1 2 3 4 5 6. ഓക്കെ, ഒരു 10-12 അട ഉണ്ടാക്കാം 1 കപ്പ് സേമിയ ഉണ്ടെങ്കിൽ. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, മധുരം മാത്രം നിങ്ങൾക്ക്. ഞാനിപ്പോൾ 1/4 കപ്പ്, ശരിക്കും നല്ല സ്വീറ്റാണ്, 1/2 കപ്പ് ഇട്ടാലും മതി. അധികം മധുരം ഇഷ്ടമില്ലാത്തവർക്ക്, പിന്നെ അത്ര പോലും ഇഷ്ടമില്ലാത്തവർക്ക് 1/4 കപ്പ് ആയാലും മതിയല്ലോ. ഇതിൽ വേറെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒന്നും ചേർത്തില്ല. വേണമെങ്കിൽ അത്തരം കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം, എന്ത് വേണമെങ്കിലാവല്ല. ഇപ്പോൾ അതെ ഓട്ടട പോലെ ചെയ്യുന്നത്. ദോശക്കല്ല് നമ്മുടെ നോൺ സ്റ്റിക്ക് തവ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് ഇത് ഇല അതിനകത്തിട്ടിട്ട് തിരിച്ചും മറിച്ച് വിട്ട് നമ്മൾ ചുട്ട് പൊള്ളിച്ചെടുക്കും. കല്ല് നല്ല ചൂടായി ഇട്ട് തുടങ്ങിയാലോ. ആദ്യത്തെ അട എന്തായാലും പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വെർമിസെല്ലി പായസം, നമ്മൾ സേമിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വെർമിസെല്ലി വെച്ചിട്ട് പായസം, ഉപ്പുമാവ്, അങ്ങനത്തെ വളരെ, പിന്നെ കേസരി, ഈ കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇതുപോലെയൊക്കെ അട ഉണ്ടാക്കാം. വൈകുന്നേരം 4 മണിക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ട. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടവും. ആ സൈഡ് ഇങ്ങനെ പൊള്ളുന്നുണ്ട്, ആവി വരുന്നത്, അതായത് ഇല ഇങ്ങനെ വാടിക്കരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. വാടിത്തുടങ്ങി എന്നോ, കുറച്ചുകൂടെ പൊള്ളട്ടെ നന്നായിട്ട്.
ഇല നന്നായിട്ട് കരിയണം, ഏതാണ്ടൊക്കെ കരിയണം, അപ്പോൾ കറക്റ്റായിട്ട്. എത്രത്തോളം മൂപ്പിക്കണം അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇല എത്രത്തോളം മുരിച്ചെടുക്കണോ അതനുസരിച്ചിട്ട് അടയും അതുപോലെ മൂത്ത് കിട്ടും. ഇല നല്ല മൂത്ത് കരിഞ്ഞ് വരണം. അപ്പോൾ തിരിച്ചും മറിച്ചും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് പരിപാടി. ഇലയുടെ കളർ ഒരു പച്ചയൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ പോലെ ആകും. ബ്രൗൺ. ഇപ്പോൾ ആദ്യത്തേതായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണമായിട്ടിട്ടു. ഇത്രയും വലിയ ദോശക്കല്ലായതുകൊണ്ട് അടുത്തത് രണ്ടെണ്ണം വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും, സമയം ലാഭിക്കും. നന്നായിട്ട് പൊള്ളി കഴിഞ്ഞാൽ നല്ല ചുട്ട് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇരുന്ന് ഇളകി വരും. നമ്മുടെ ഇല നന്നായിട്ട് ഇളകും. സോ ഫസ്റ്റ് അട ഈസ് റെഡി. പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരല്പം ഒന്ന് തണുത്തിട്ട് തുറന്നാൽ മതി. രണ്ടെണ്ണം വെച്ച് ഇടാൻ പോകണം. അപ്പോൾ ആദ്യത്തെ അട ഏതാണ്ട് തണുത്ത് കഴിഞ്ഞു, നന്നായിട്ട് തണുത്തു. അപ്പോൾ ഈ സമയം വേണമെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് ഇല കരിഞ്ഞ് നല്ലതായിട്ട് മുരിഞ്ഞില്ലേ, അതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. രണ്ട് സൈഡും ഇങ്ങനെ ഇളകി വരും. ഓക്കെ, ഇത്രത്തോളം മൂക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. ഇനി ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇപ്പോൾ രണ്ടാമതിട്ടേക്കുന്ന ആൾക്കാരെ കുറച്ചുകൂടെ നേരത്തെ എടുക്കാം. അത്ര മുരിക്കുന്നില്ല. ബിഫോർ ദാറ്റ് അതവിടെ ഇരിക്കട്ടെ. ഇച്ചിരി തണുത്തിട്ട് തുടങ്ങിയാൽ മതി. തുറക്കുന്ന കാര്യമൊക്കെ തണുത്തിട്ട് മതി. അങ്ങനെ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് നമ്മൾ പറയില്ലേ, ഏതാണ്ട് ഒരു 10-12 അട കിട്ടിയിട്ടുണ്ട്. നൈസ് ഒട്ടട. അപ്പോൾ എന്താ വേണ്ടത്? 1 കപ്പ് സേമിയ, അല്ലെങ്കിൽ സേമിയയ്ക്ക് വേറൊരു പേരാണ് നമ്മൾ വെർമിസെലി. 1 കപ്പ് വെർമിസെലിയും 3 കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഓട്ടട വ്യത്യസ്തമായ ഓട്ടട തയ്യാറാക്കാം ഫാസ്റ്റായിട്ട്. ഇനി നമ്മൾ തുറന്ന് നോക്കി നമുക്ക് ബാക്കി കാര്യം. ആദ്യം ഒരെണ്ണം ഞാൻ തുറന്ന് കാണിച്ചു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും തിന്നാക്കാം. പക്ഷെ തിന്നാക്കുമ്പോൾ അത് കൂടുതൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. എങ്കിലും ഇറ്റ് ഈസ് ബെറ്റർ കുറച്ചുകൂടെ കട്ടിയിൽ ചെയ്യണത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഒരല്പം തട്ടി എടുക്കുമ്പോൾ ഒരല്പം കട്ടിയിൽ ചെയ്യാം. ജസ്റ്റ് മടക്കിയിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് തട്ടില്ല. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ ഇളക്കാനും വളരെ ഫാസ്റ്റായിരിക്കും. ഓക്കെ, അത്യാവശ്യം തണുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോന്നായിട്ട് തുറന്ന് കാണിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, സി ഇത് ഞാൻ ഡബിൾ ഇല വെച്ചിരുന്നു. കാര്യം ഈ ഇലയിൽ ഇച്ചിരി കീറലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഒരുപാട് പിടിച്ചിട്ടില്ല. കാര്യം ഡബിൾ പ്രൊട്ടക്ഷനാണ് കൊടുത്തത്. 2 ഇലാസ് എല്ലാം ആവശ്യത്തിന്. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് കാര്യങ്ങളിലൊന്നാണ് ഇലയട, ഓട്ടട. അതായത് സ്റ്റീം ചെയ്യുന്നതാണെങ്കിലും ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണെങ്കിലും ഭയങ്കര ഇഷ്ടം. തുടങ്ങിയാലോ? ഓക്കെ, ആഹാ, എന്താ പറയണ്ടേ. വെർമിസെലി പായസത്തിനെ അടയാക്കി കഴിക്കുകയാണ് ഞാൻ. സാധാരണ വെർമിസെലി പായസത്തിൽ തേങ്ങ ആണില്ലല്ലോ, അതിൽ കടിക്കാനായിട്ട് തേങ്ങയും കിട്ടുന്നുണ്ട്. സോ നൈസ്. നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം ഉള്ളിലേക്ക് സോഫ്റ്റുമാണ്. പുറമേ ഇങ്ങനെ കുറച്ച് പൊള്ളിച്ചെടുക്കുമ്പോൾ നമ്മൾ ചുട്ടെടുക്കുകയല്ലേ, അപ്പോൾ ചെറിയ ആ ഇല കരിഞ്ഞ ഒരു അടയാളം ഇതിൽ വരുന്നത് അതിൻ്റെ ഒരു സ്വാദാണ്. സ്മോക്ഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചുട്ട ടേസ്റ്റ് കിട്ടും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ദൈവം ഒരെണ്ണം കഴിച്ചിട്ട് തരാറിയാം. സോ നൈസ് അല്ലേ, അത്രയും ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ തുറക്കാം. തിരിച്ചു വയ്ക്കാനേ തോന്നുന്നില്ല. അങ്ങനെ കഴിച്ച് സന്തോഷമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്, കൈയെല്ലാം കഴുകി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-12 നല്ല 12 അട ഉണ്ടാക്കാം. ഇത് നല്ലൊരു പലഹാരമാണ്. 4 മണി പലഹാരമായിട്ടോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇത്ര മതി, ഇത്ര സിമ്പിളായിട്ട് ചെയ്യാം. ശരി, നൈസ്. അല്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് നല്ലതാണ്. എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാറുള്ളൂ. അതാണ് എൻ്റെ പ്രധാന പ്രശ്നം. സോ
സോ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും. വളരെ വളരെ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. കാര്യം നിങ്ങളൊരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ തരുമ്പോൾ അത് ഭയങ്കര ഒരു പ്രചോദനമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.